ഇവിടെ മഞ്ഞ് പെയ്യും, മനസ്സ് നിറയും. ഏത് വഴിക്ക് പോയാലും ഒരു സിനിമാ കഥ പോലെയുള്ള കാഴ്ചകൾ കാണാം. മലകളുടെയും മഞ്ഞിൻ്റെയും രാജകുമാരി കൊടൈക്കനാൽ. ഒരു യാത്ര, ഒത്തിരി കഥകൾ. വരൂ എൻ്റെ കൂടെ കൊടൈക്കനാൽ. ഏഴായിരം അടി മേളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് സൂയിസൈഡ് പോയിന്റ്. അപ്പം ഓക്കെ സൂയിസൈഡ് പോയിന്റിലാണ് നിൽക്കുന്നത്. 7000 അടി മേളിലാണ്. ടു ഡേഞ്ചറസ്. വളരെ നാരോ ആയിട്ടാണ് ഇവിടെ ഉള്ളത്. ഇത് കുറച്ചുകൂടെ വരെ പോയി കഴിഞ്ഞാൽ 8000 അടി താഴെ ചെന്ന് വീഴും. ഇത്രയേ ഉള്ളൂ. വെരി ഡേഞ്ചറസ്, വെരി ബ്യൂട്ടിഫുൾ. ഇപ്പോൾ ഇതിൻ്റെ പേര് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നാണ്. സൂയിസൈഡ് പോയിന്റ് എന്നുള്ള ആ ഒരു പഴയ എന്താ പറയുക പേടിപ്പെടുത്തുന്ന പേര് മാറ്റി ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്നിട്ടിരിക്കുന്നു. താങ്ക് യു. ഇതെന്ന് പറയുന്നത് പില്ലർ റോക്സ് ആണ്. ഗുണ കേവിൻ്റെ ഫ്രണ്ട് വ്യൂ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ അപ്പുറത്തെ മറുവശത്തേക്കാണ് ഗുണ കേവിലോട്ട് പോകുന്നത്. ഗുണ കേവിനെ കുറിച്ചും പില്ലർ റോക്സിനെ കുറിച്ചും ഒന്നും മലയാളികൾക്ക് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഇടയിൽ കൂടിയുള്ള ഒരു ഗുണ കേവിൻ്റെ മറ്റൊരു പേരാണ് ഡെവിൾസ് കിച്ചൺ. ഇത് ഏതാണ്ട് ഒരു പില്ലർ റോക്സ് ഉള്ളതുകൊണ്ടാണ് ഒരുമാതിരി അടുപ്പ് കൂട്ടിയത് പോലെയാണ് ഈ പാറകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ ആൾക്കാർക്ക് ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഹിസ്റ്ററി മാറ്റി എഴുതിയ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കഥയാണ് ഇത്രയും ഈ സ്ഥലം ഇപ്പോൾ വീണ്ടും ഫേമസ് ആക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിപ്പോൾ വന്നത്, എന്നെ അറിയാവുന്നവർക്കറിയാം, എൻ്റെ സ്വദേശം തിരുവനന്തപുരത്ത് നിന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ പുനലൂർ മധുരൈ എക്സ്പ്രസ്സിൽ വന്നു. അവിടുന്ന് ബസ് എടുത്ത് മധുരയിൽ നിന്ന് സാധാരണ ബസ് കയറി കൊടൈക്കനാലിലെത്തി. സമയം ഇപ്പോൾ 10:30 ആയിട്ടേ ഉള്ളൂ. ഞാനൊരു 9:30 എത്തി. അപ്പോൾ ഇവിടെ ഒരുപാട് ടൂർ പാക്കേജുകളുണ്ട്. നമ്മൾ ബൈക്കൊക്കെ എടുത്ത് വരുന്നതിനെക്കാട്ടി നല്ല സുഖമായിട്ട് ടൂർ പാക്കേജുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ ഗോബുബോയിൽ ഓൺലൈനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റിൽ റൂം ബുക്ക് ചെയ്തു. ആ റൂം ബുക്ക് ചെയ്ത് അവർ തന്നെ സജസ്റ്റ് ചെയ്തു നമുക്കും ഇങ്ങനെ ടൂർ പാക്കേജുകളുണ്ട്, നിങ്ങളോടൊന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അതിലോട്ട് പോവാമെന്ന് പറഞ്ഞു. അപ്പം 10:45 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. പ്രൊണൗൺസ് ചെയ്യണമെന്ന് കറക്റ്റാണ്. അപ്പോൾ മധുരയിൽ ഓരോ സൈഡ് പോകുന്ന ബസ്സുകൾ ഓരോ സൈഡിലാണ്. സിറ്റി ബസ്സുകളെല്ലാം പെരിയാർ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ വന്നിട്ടുള്ള അനുഭവം വെച്ചിട്ട് പറയണതാണ്. അത് കഴിഞ്ഞ് നമ്മൾ രാമേശ്വരമൊക്കെ പോയത് മാട്ടുത്താവണി എന്ന് പറഞ്ഞൊരു ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഈ മാട്ടുത്താവണിയിലേക്കുള്ള ബസ് സ്റ്റോപ്പ്. മാട്ടുത്താവണിയിൽ നിന്ന് രാമേശ്വരത്തേക്കുള്ള ബസ് ആണ് പോയിരുന്നത്. ഇത് ആറപ്പാള എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തു നിന്നാണ്. അവിടെ നിന്നാണ് ബാംഗ്ലൂർ ആ സൈഡ് ഒക്കെ ഉള്ള ബസ്സുകൾ പോകുന്നതെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് രാവിലെ 5:45 ബസ്സിൽ കയറി 9:15 കൂടി കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്നൊരു ഞാൻ സെൻട്രലിലാണ് അപ്പോൾ റൂം ബുക്ക് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുനിന്ന് 450 മീറ്റർ അകലെ മാറിയിട്ടുള്ള ഒരു ചെറിയൊരു ഹോട്ടലാണ്. ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല. അപ്പം നിങ്ങൾ ഇതുവരെയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു ഇറ്റ്. അപ്പം നമുക്ക് സൈഡ് സീനിങ്ങിന് ഇറക്കാം. ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ട് മീൻസ് നിങ്ങൾക്കറിയാം കൊടൈക്കനാലിലെ ലോക്കൽ ട്രിപ്പ്, വില്ലേജ് ട്രിപ്പ് ഇതുപോലത്തെ ഉണ്ട്. ഇത് ഫുള്ളാக വില്ലേജ് ട്രിപ്പ്. പൂമ്പാറ, മണ്ണമ്മൂർ, പൂണ്ടി ഇത് வந்து ഫേമസ്. നിങ്ങൾക്കറിയാം ഗുണ കേവ്, പൈൻ ഫോറസ്റ്റ് ഇത് എല്ലാം കൂടി ഉണ്ട്. ഇത് ഒരു ദിവസം പാക്കേജ്. ട്രെക്കിംഗ്, டால்பின் ஹவுஸ் ഉണ്ട്. இது ஃபாரஸ்ட். அது போக நம்மகிட்ட அட்வென்ச்சர் ட்ரிப்பு எல்லாமே உண்டு. ஏதாவது கஸ்டமர் கொடைக்கானலுக்கு வந்துச்சுன்னா நம்மளை நீங்கள் காண்டாக்ட் பண்ணலாம். நம்மகிட்ட ஆல் கைண்ட் ஆஃப் வெஹிக்கிள் இருக்குது. 4 சீட்டட் வெஹிக்கிள் உண்டு, 7 சீட்டட் வெஹிக்கிள் உண்டு, 9 சீட்டட் வெஹிக்கிள் டாடா சுமோ உண்டு, 14 சீட்டட். மெயினாக நம்ம டெம்போ ட்ராவலில் கொடைக்கானலில் நம்மளுக்கு எத்தனை வெஹிக்கிள்னாலும் கிட்டும். அதுபோல் வள்ளிய வெஹிக்கிள் உண்டு, 22 சீட்டட் வெஹிக்கிள் உண்டு. எதுவாக இருந்தாலும் கஸ்டமர் இப்போ டைரெக்டாக வந்தால் கமிஷன் மடிக்காது, நெட் ரேட் மாத்திரம். நீங்கள் வேறு யாராவதுனா மீடியேட்டர் உண்டு, மீடியேட்டர் மூலமாக போச்சுன்னா கமிஷன் மடிக்கும்.
நீங்கள் டேரெக்டாக நம்ம ட்ராவல்ஸ்க்கு வந்துச்சுன்னா கமிஷன் மெடிக்காது, டைரக்ட் ரேட் மாத்திரம் கூடும். நம்மகிட்ட அகாமடேஷன் உண்டு, ரெசார்ட் உண்டு, காட்டேஜ் உண்டு, கேம்ப் ஃபயர் போடலாம், டென்ட் ஹவுஸ் உண்டு, ஏ ஃப்ரேம் உண்டு, நல்ல டாப் ஹில்ஸ்க்கு மேலே ரூம்ஸும் உண்டு. உங்களுக்கு எதுவாக இருந்தாலும் நமக்கு சர்வீஸ் பண்ணோம். நீங்கள் திண்டுக்கல், பழனி, கோட்டை ரோடு எவ்வளோ பிக்கப் ட்ராப்பு நம்ம ஆல் கைண்ட் ஆஃப் வெஹிக்கிள் ஃபெசிலிட்டி ഉണ്ട്. நல்லபடியாக സർവീസ് பண்ணுം. അക്കോമഡേഷനും ബെസ്റ്റാக பண்ணி കൊടുക്കും. അവന് ബസ് കയറുന്നുമ്പോൾ തന്നെ ബസ് കിടക്കണതിന് കോക്കേസ് വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് അടുത്താണ് ബസ് കിടക്കുന്നത്. ഞാനിന്ന് 450 രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പം കുറേ ദൂരം ഗുണാക്കേവും മറ്റു കാര്യങ്ങളിലൊക്കെ പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് ഈ കോക്കേസ് വാക്ക് എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞാൽ സിറ്റി വ്യൂ, ഡാം വ്യൂ ഒക്കെ ഉള്ള ഒരു എന്താ പറയുക ഒരു ചെറിയൊരു പാർക്കാണ്. എൻട്രി ഫീസ് പ്രത്യേകം കൊടുക്കണം. 20 രൂപയുള്ളൂ എൻട്രി ഫീസിന്. പക്ഷേ കോക്കേഴ്സ് വാക്ക് എന്ന് പറയുന്നത് കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തും കൊടൈക്കനാൽ തടാകത്തിന് അടുത്തായിട്ട് വരുന്ന ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഏറ്റവും വലിയൊരു വ്യൂ പോയിന്റ് എന്ന് തന്നെ പറയാം. ഇതൊരു നടപ്പാത പോലെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1872 ഇത് നിർമ്മിച്ചിരുന്നത്. ഇതിന് ചുറ്റും ക്വാർട്ടേഴ്സുകളും ഹോസ്പിറ്റലും ഒക്കെ അടങ്ങിയ ഒരു പ്രദേശമാണ്. കൊടൈക്കനാലിന്റെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ കാണാൻ പറ്റിയ ഒരു പ്രദേശമാണ്. നല്ല മേഘങ്ങളുള്ള സമയത്ത് മേഘത്തിന്റെ ഭംഗി കാണാം. മേഘം മാറിക്കഴിഞ്ഞാൽ താഴത്തെ താഴ്വാരങ്ങൾ കാണാമെന്നാണ് പറയുന്നത്. സിറ്റി വ്യൂ ഒക്കെ ഉണ്ട്. ആക്ച്വലി മഞ്ഞുമൽ ബോയ്സ് സിനിമയിൽ ഈ 1-2 ഭാഗങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന കാര്യം വന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ ടൗണ്, ഈ കൊടൈക്കനാൽ ടൗൺ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ബിൽഡിങ്ങുകൾ ഇങ്ങനെ ഈ ഒരു ഭാഗമൊക്കെ ഇതൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ ബെഞ്ചിലിരുന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന സീനൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലുപരിയുള്ള പ്രശസ്തമായിട്ടുള്ള ആ ബൈനാക്കുലർ വഴി നോക്കിക്കാണുന്ന സീനുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നതും ഇവിടെയാണ്. ഹോക്കേഴ്സ് വാക്കിലാണ് ആ ബൈനാക്കുലർ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ അത്യാധുനികമായിട്ടുള്ള ബൈനാക്കുലറൊക്കെയാണ് ഇരിക്കുന്നത്. ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത് 2006 കാലഘട്ടങ്ങളിൽ 2000-ങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ബൈനാക്കുലറൊക്കെ വെച്ചിട്ടാണ് സിനിമയിൽ കാണാൻ കഴിയുന്നത്. ഇത് തമിഴ്നാട് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണ്. ടിക്കറ്റ് ഫ്രീ വന്നിട്ട് 20 രൂപയാണ്. വളരെ മനോഹരമായിട്ടുള്ള സിറ്റി വ്യൂവും മധുര വരെ ഇവിടെ നിന്ന് ആ വ്യൂ പോയിന്റ് കാണാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ക്ലൈമറ്റ് കുറച്ച് മോശമായതുകൊണ്ട് നമ്മൾ മേഘത്തിന് മേളിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പം ഇത് എന്റെ റൂമിൽ നിന്നും വളരെ അടുത്തായതുകൊണ്ട് ഈ ഭാഗം കണ്ടിട്ട് 11:30 കൂടി ബസ്സിലോട്ട് ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മുമ്പിലാണ് ബസ് കിടക്കുന്നത്. അപ്പൊ ഞാനൊരു ഗ്രൂപ്പ് ടൂർ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്നും നാളത്തേക്കുമായിട്ട് അവര് 450 രൂപ അല്ലെങ്കിൽ ഈടാക്കി. ഒരു ടിക്കറ്റിന് 200 രൂപയ്ക്ക് മേളിലേ ആവത്തുള്ളൂ എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത് ഗുണാക്കേവ് തൊട്ടിട്ടുള്ള കാഴ്ചകളിലേക്കാണ് പോകുന്നത്. ഇവിടെ 1 വേ സംവിധാനമാക്കിയിരിക്കുന്നെന്നാണ് പറഞ്ഞത്. ഒരു ചർച്ചും അത് കഴിഞ്ഞ് ഗുണാക്കേവ്, പില്ലർ റോക്സ്, അങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം പോയി കണ്ട് കറങ്ങി ടൗണിലേക്ക് തിരിച്ചു വരുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ട്രാഫിക് നിയന്ത്രണങ്ങളും ആ രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വരി പോലെ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ എടുത്താലും ഒരേ റോഡിലേ പോകാൻ പറ്റൂ. 1 വേ സംവിധാനമാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ സ്ഥലങ്ങൾ എല്ലാവരും വീഡിയോ എടുക്കരുതേ എന്ന് പറയും. പക്ഷേ ഈ ചേട്ടൻ അവിടുത്തെ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. നല്ല ഐക്കോണിക്കായിട്ടുള്ള ബുദ്ധപ്രതിമയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? വേൽമുരുകൻ. ഇങ്ങതാ കൊടൈക്കനാലത്ത് എவ்வளோ காலமாட்டு பிஸ்னஸ் பண்ண? எவ்வளோ காலமாட்டு? 30 கொல்லமாட்டு இருக்கு. பெஸ்ட் சீசன் எவ்வளோ? எந்த மந்த் வரும்? மே ஃபுல்லு. மற்றது எக்ஸாம் லீவு. ஓகே. குவார்டர்லி எக்ஸாம் லீவு, ஃபெஸ்டிவல் லீவு, அந்த டைம் வந்து போடுவாங்க. ഗൂഗിൾ പേ. അപ്പോൾ ഇതിൽ നിന്നൊരു സൂനിയർ ഞാൻ മേടിച്ചു, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി. കൊടൈക്കനാൽ വന്നിട്ട് എപ്പോഴെപ്പോഴും വരാൻ പറ്റില്ല, ഇതാണ് മേടിച്ചത്. ഭയങ്കര എസ്തെറ്റിക് ലുക്കുള്ള ഒരു സൂനിയറായിരുന്നു. എനിക്ക് കുറച്ച് ഓഫറിൽ തന്നു, വീഡിയോ എടുത്ത് യൂട്യൂബിലിട്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് മേടിക്കണം, എന്നാലേ എനിക്ക് ഇതിൻ്റെ ഓഫർ കൂടുതൽ കിട്ടുകയുള്ളൂ. അപ്പം അതാണ് നമ്മളെ മുരുകൻ ചേട്ടൻ. നല്ല നല്ല ഒരു ഓർമ്മയ്ക്കുള്ള സൂനിയറുകളൊക്കെ കിട്ടും. ഹോക്കേഴ്സ് വാക്കിൽ 30 വർഷമായിട്ട് ബിസിനസ് ചെയ്യുന്നുള്ള ഒരാളാണ്. അപ്പം ബൈ. ആക്ച്വലി എനിക്ക് 11:30 ആ ബസ്സിലെത്തണം, അല്ലെങ്കിൽ തുടക്കത്തിൽ ആ ഡ്രൈവറേറ്റ് ആ ഒരു റാപ്പ് വിട്ടു. അപ്പം പോവാം.
ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ സുവനീർ ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചത് പെട്ടെന്ന് തിരിച്ച് നടന്നു പോകുന്ന വഴിക്ക് ഞാൻ മിസ് ചെയ്തു. പക്ഷേ ആ ആൾ വിളിച്ചിട്ട് ഞങ്ങളെയും കൂടെ വീഡിയോ എടുക്കൂ എന്ന് പറഞ്ഞ്. പക്ഷെ ഇവിടെ നല്ല തമിഴാണ് കേട്ടോ. നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ചില മലയാളികളെ സംസാരിച്ച് അവർക്കൊരു ഊഹമുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇച്ചിരി തമിഴ് കടുപ്പമാണ്. നമ്മളിപ്പം മധുര സൈഡിലൊന്നും പോലെയല്ല, ഇത്തിരി നല്ല മനസ്സിലാവാത്തൊരു തമിഴുമാണ്. എന്തായാലും കുഴപ്പമില്ല, അവർക്കും മനസ്സിലാവും. ലാംഗ്വേജിന് ഒരു പ്രശ്നമേ അല്ല. എനിക്ക് തമിഴ് നല്ലോണം സംസാരിക്കാൻ അറിയാമെന്നൊക്കെയുള്ളൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അത് മാറിക്കിട്ടി നമ്മൾ സിനിമയൊക്കെ കണ്ടിട്ടേ. അപ്പോൾ തിരിച്ചിറങ്ങാൻ 10 മിനിറ്റേ ഉള്ളൂ. ബസ്സിൻ്റെ അടുത്ത് പോയിട്ട് ഗുണ കേവ് എടുത്തിട്ടുള്ള ഫോറസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസുകളിലാണ് അടുത്ത് ബസ്സിൽ പോകാനുള്ള പ്ലാനാണ്. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പോലത്തുള്ള ഒരു പ്രദേശമാണ് ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകുന്നതാണ്. ഗ്രീൻ വാലി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടാൽ മനസ്സിലാവില്ല, പക്ഷെ പണ്ടേ കൊടൈക്കനാലിൽ വരുന്നവർക്ക് എല്ലാവർക്കും അറിയുന്ന പേരാണ് സൂയിസൈഡ് പോയിന്റ്. 7000 അടി മേളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന്. സൂയിസൈഡ് പോയിന്റ് ചെറിയൊരു കോടയുണ്ട്, അല്ലെങ്കിൽ അടിപൊളിയുടെ വ്യൂ ആണ്. ഓരോ ടൗൺ അങ്ങനെ ദൂരെ കാണാൻ പറ്റും. വളരെ ഇത് ഡേഞ്ചറസ് ആണ് കേട്ടോ. സൂയിസൈഡ് ഒന്നും ചെയ്യണ്ട, കാല് വഴുതി താഴെ വീണു, അത്രയ്ക്ക് നാരമാണ്. 7000 അടി താഴെ പോകും. ഇതെന്ന് പറയുന്നത് പില്ലർ റോക്സ് ആണ്. ഗുണ കേവിന്റെ ഫ്രണ്ട് വ്യൂ, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇതിന്റെ അപ്പുറത്തെ മറുവശത്തേക്കാണ് ഗുണ കേവിലോട്ട് പോകുന്നത്. ഗുണ കേവിനെ കുറിച്ചും പില്ലർ റോക്സിനെ കുറിച്ചും ഒന്നും മലയാളികൾക്ക് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഇടയിൽ കൂടിയുള്ള ഒരു ഗുണ കേവിന്റെ മറ്റൊരു പേരാണ് ഡെവിൾസ് കിച്ചൺ. ഇത് ഏതാണ്ട് ഒരു പില്ലർ റോക്സ് ഉള്ളതുകൊണ്ടാണ് ഒരുമാതിരി അടുപ്പ് കൂട്ടിയത് പോലെയാണ് ഈ പാറകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വീണ ആൾക്കാർക്ക് ഇതുവരെയും രക്ഷപ്പെട്ടിട്ടില്ല എന്നൊക്കെ ഉള്ള ആ ഒരു ഹിസ്റ്ററി മാറ്റി എഴുതിയ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ കഥയാണ് ഇത്രയും ഈ സ്ഥലം ഇപ്പോൾ വീണ്ടും ഫേമസ് ആക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് മഞ്ഞുമ്മൽ ബോയ്സിലെ ഫേമസ് ആക്കിയ ഡെവിൾസ് കിച്ചൺ ഗുണ കേവ് ആണ്. രണ്ടും ഒരു സ്ഥലത്താണ്, അറിയാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ഇവിടെ തന്നെയാണ് ആ മരം ഉണ്ടല്ലോ, അത് 500 വർഷം പഴക്കമുള്ള മരം എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ ആ പില്ലർ റോക്സിൻ്റെ ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റുമെന്നാണ് പറയണത്. ഇതെല്ലാം ഒരു ഗ്രീൻ വാലി വ്യൂ എന്നാണ് അതിന് എല്ലാത്തിനും ഇവിടെ പേരിട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഗുണ കേവിലോട്ട് പോകാം. ഗുണ കേവ് ഒരുപാട് പ്രാവശ്യം കണ്ടതുപോലെ ഒരുപാട് തവണ വന്നതുപോലെയൊക്കെ തോന്നുന്ന ഒരു സ്ഥലം, പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്.
അപ്പം നമ്മുടെ ഏതാണ്ട് ഗുണാക്കേവ് എത്താറായി. റൈറ്റ് സൈഡിൽ 500 വർഷം പഴക്കമുള്ള ഇത്. പിന്നെ സുഭാഷ് വെളി എല്ലായിടത്തും ഉണ്ട്. ഇൻഫ്ലുവൻസ് ഫ്രം ഫിലിം, ഒരു സിനിമയുടെ ഇൻഫ്ലുവൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം വരുന്നത് ഈ സ്ഥലത്തായിരിക്കും. ഇതാണ് ആ മരം, 500 വർഷം പഴക്കമുള്ള മരമാണ്. ആ സിനിമയിലൊക്കെ വളരെ നല്ല ഭംഗിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാവൽപ്പഴം മരമാണ്, ഞാവൽപ്പഴം. വിളിക്കുന്നത് സുഭാഷ്. അപ്പം ഇതുവഴിയൊക്കെയാണ് ഇറങ്ങിപ്പോകുന്നൊരു സിനിമയെ കാണിക്കുന്നത്. പക്ഷെ ഇതുവഴി ഒന്നും ഇറങ്ങിപ്പോകാൻ കഴിയില്ല. അങ്ങനെ ഗുണാക്കേവിലെത്തി. നല്ല തണുപ്പ് കൊടുന്ന് വരുന്നുണ്ട്. ഗ്യാപ്പ് വഴി ഡബിൾസ് കിച്ചൺ. ആക്ച്വലി ഗുണാക്കേവ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഗർത്തങ്ങൾ കാണും. പക്ഷെ ഇതിപ്പോൾ വളരെ ആഴം കുറഞ്ഞ സ്ഥലങ്ങളാണ്. ഒരു വാച്ച് ടവർ ഉണ്ടായിരുന്നു, അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് പില്ലർ റോക്കിന്റെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്ന ഒരു ചെറിയൊരു വാച്ച് ടവർ ആയിരുന്നു. മറ്റേ വാറിൽ കയറിങ്ങല്ല വിആറിൽ കയറി കുറച്ച് കളിക്കുന്നത് അതാണ് സംഭവം എന്നുള്ളക്ക് പറഞ്ഞു. ആദ്യം അറിയില്ല, ഞാൻ വല്ല സ്പൈഡർമാനെ പോലെ പോവുകയായി. ആക്ച്വലി ഇതായിരിക്കും വഴിയെന്നാണ് ആ ഗുഹയിലോട്ട് പോകേണ്ടത്. ഇവിടെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. ഇതേ ഉള്ളൂ ഒരു മനുഷ്യനെ കൊണ്ട് ഇറങ്ങിപ്പോകാൻ കഴിയുന്ന രീതിയിലുള്ള ആഴമുള്ളൊരു സംഭവം. ഇതിൻ്റെ അകത്തോട്ട് പോകുമ്പോഴായിരിക്കും അവർക്ക് വിശാലമായ ആ ഒരു എൻട്രൻസ് കിട്ടിയത്. അങ്ങനെയാണ്. ഇതാണ് നമുക്കിപ്പം ഗുണാക്കേവ്.
अरे यार मैसेज नहीं है फिर भी आप कोशिश करो सर कौन सा അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഫോറസ്റ്റ് ആണല്ലോ വാഗമണ്ണും എല്ലായിടത്തും ഉള്ളതുപോലെയുള്ള ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു. പലതരത്തിലുള്ള ഒരുപാട് സിനിമ ചിത്രീകരണ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പൈൻ ഫോറസ്റ്റിലോട്ട് പോകാം. അതുമാത്രമാണ് ഉള്ളത് നടന്നൊരു കാര്യം. അപ്പം ഉച്ചയ്ക്ക് ഫുഡൊന്നും ഇവിടെ കിട്ടത്തില്ല. പക്ഷേ ബ്രെഡ് ഓംപ്ലേറ്റും കുറച്ച് റൈസും അങ്ങനത്തെ എന്താ പറയുക സാൻഡ്വിച്ച് പോലത്തെ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് ഗുണ കേവിൻ്റെ ആ ഭാഗത്തുനിന്ന് കഴിച്ച്. കോമഡി എന്ന് പറയട്ടെ, കൈ കഴുകാൻ വെള്ളം പോലും ഇല്ല. ഞാനൊരു സോഡ വാങ്ങിച്ചിട്ടാണ് കഴിയത്. ഇതൊക്കെ എന്ത്, നമ്മൾ സലീംകുമാറാണ് നമ്മളെ ഗുരു എന്ന് പറയാം. അവർ പറയണം പേപ്പർ തരാൻ പറ്റത്തില്ല, ന്യൂസ് പേപ്പർ തരാൻ പറ്റത്തില്ല, വാഴയില തരാമെന്ന്. ടൂറിസ്റ്റുകൾ കൂടുതൽ വരുമ്പോൾ ഫെസിലിറ്റിയും കുറയും. ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോടാ എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചിട്ട് കൈ കഴുകി സോഡ വാങ്ങിച്ച് കഴിക്കേണ്ടി വന്നു. അതൊന്നും ചിത്രീകരിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആക്ഷൻ ക്യാമറ ആയിരുന്നെങ്കിൽ ആ കോമഡിയൊക്കെ ചിത്രീകരിക്കുമായിരുന്നു. ഈ സോണി CV കിട്ടാനും ഗിംബിളും ആണെങ്കിൽ അത് അങ്ങനെ ഒരു ഫ്രണ്ട്ലി ചിത്രീകരിക്കാൻ പറ്റത്തില്ല. കൊള്ളാം കേട്ടോ. ഫൈൻ. ഇപ്പോൾ എത്തിയെന്ന് വെച്ചാൽ മോയർ വ്യൂ പോയിൻ്റാണ്. ഇതൊരു വ്യൂ പോയിൻ്റാണ് ഇടതുവശത്ത് കാണുന്നത്. അതിൽ വരിയിട്ടുള്ളൊരു വേറൊരു കാര്യം വെച്ചാൽ ഈ നേരെ കാണുന്ന ചെക്ക് പോസ്റ്റ് ഉണ്ടോ, ഇത് കേരളത്തിലേക്കാണ് പോകുന്നത്, മൂന്നാറിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 86 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മൂന്നാറിലേക്ക്. ഈ മോയർ എന്ന് പറയുന്ന ഈ മദ്രാസിൻ്റെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ റോഡ് വെട്ടുന്നതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയത്. അങ്ങനെയാണ് മോയാർ എന്ന് പറയുന്നൊരു വ്യൂ പോയിന്റ് ആയിട്ട് ഇത് മാറിയത്. അപ്പം നമുക്ക് ഇവിടെ വ്യൂ പോയിന്റ് നേരത്തെ കണ്ടതുപോലെ തന്നെ വ്യൂ പോയിന്റ് തന്നെയാണ്. റൈറ്റ് സൈഡിൽ നല്ല നേരത്തെ നമ്മൾ പില്ലർ റോക്സിൻ്റെ ഒക്കെ അവിടെ എല്ലാം കണ്ട പോലത്തെ വ്യൂ പോയിന്റാണ്. ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നമ്മളെ കേരളത്തിലേക്ക് ഇവിടെ നിന്ന് വെറും 86 കിലോമീറ്റർ എന്നുള്ളൊരു റോഡാണ്. അപ്പം ഞാനിതൊരു 2 ദിവസം മുമ്പേ ഈ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മറുവശത്തായിരുന്നു. ഇപ്പോൾ എന്താ പറയുക, ഒരു കിഴക്ക് വശമെന്നോ തമിഴ്നാടിൻ്റെ വശത്തെത്തി. ഈ വ്യൂ പോയിന്റിന് വേറെ വളരെ അധികം പ്രത്യേകതകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞിരുന്നു കേരളത്തിലേക്ക് പോകുന്ന വഴിയാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഗൈഡ് പറഞ്ഞത് ഇപ്പൊ ഇത് പോകാൻ കഴിയത്തില്ല. ഇത് പോകാൻ കഴിയുന്നത് 1942 ബ്രിട്ടീഷുകാർ പണിത റോഡാണ്. എസ്കേപ്പ് റോഡ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ചെന്നൈയില് 2ാം ലോക മഹായുദ്ധ കാലത്ത് ബോംബിട്ടു. അതായത് ജപ്പാൻ ബോംബിട്ടു, ബ്രിട്ടനെതിരെ ബോംബിട്ടു. അപ്പൊ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു മേഖലയായിരുന്നു അന്നത്തെ കൊടൈക്കനാൽ. അവരുടെ ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ വേനൽക്കാല വസതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് നേരെ ഇതേപോലെ ഒരു ആക്രമണം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് ഈ താഴ്വാരത്തിൽ കൂടി പോകാതല്ല തന്നെ ഈ മലയുടെ മേളിൽ കൂടി തന്നെ, അതായത് കൊടൈക്കനാലിന്റെ ടോപ്പിൽ നിന്ന് 7000 അടി നിന്ന് വീണ്ടും അതേ ലെവലിൽ തന്നെ മൂന്നാറിലേക്ക് ടോപ്പ് സ്റ്റേഷനിലേക്കാണ് ഈ വഴി വെട്ടിയത്. അപ്പം അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. 1942 2ാം ലോക മഹായുദ്ധത്തിനെ പേടിച്ചിട്ടാണ് ബ്രിട്ടീഷുകാര്
എസ്കേപ്പ് റോഡ് എന്ന് പറയുന്ന ഈ റോഡ് പണിതത്. പിന്നെ 1990-കളിൽ സ്വാതന്ത്ര്യം കിട്ടി കേരളവും തമിഴ്നാടിന്റെ തർക്കങ്ങളുടെ ഭാഗമായിട്ട് ഇത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. വഴി നിലവിലില്ല. അതാണ് ഇപ്പൊ ഈ മോയാർ വ്യൂ പോയിന്റിൽ നിന്ന് നിൽക്കുമ്പോൾ ഉള്ള ഇവിടുത്തെ ഒരു കാര്യം. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തേനി പട്ടണം ഒക്കെ കാണാവുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. പിന്നെയുള്ള ഒരു അപൂർവമായ ഫോറസ്റ്റ് ഉണ്ട്. മതികെട്ടാൻ ചോല എന്ന് പറയുന്ന ഒരു ഫോറസ്റ്റ് ആണ്, ഒരു ചോല വനമാണ്. അതിനും ഭയങ്കരമായിട്ടുള്ള ഒരു ബാക്ക് സ്റ്റോറിയും കഥകളും ഉണ്ട്. അതും ഈ വഴിയാണ് മുന്നോട്ട് പോകുമ്പോഴാണ് കാണാൻ കഴിയുന്നതെന്ന് പറയുന്നത്. ഈ മോയാർ വ്യൂ പോയിന്റിൽ നിന്ന് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് പോകുമ്പോഴുള്ള മതികെട്ടാൻ ചോല എന്ന് പറഞ്ഞാൽ തമിഴിൽ മതി എന്ന് ഉദ്ദേശിച്ച ഇവർ പറയുന്ന ബുദ്ധി എന്നാണ്. ആ ചോല വനത്തിൽ ആരിറങ്ങിയാലും അവര് ഇതുവരേക്കും രക്ഷപ്പെട്ടിട്ടില്ല. ബ്രസീലിയൻ കാടുകളിലെ അതുപോലത്തുള്ള ഭയങ്കര തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആണ്. അവിടുത്തെ എന്തോ സസ്യങ്ങളുടെ സ്മെല്ലോ എന്തോ കാരണം മതി കെട്ടുപോയി, അതായത് ബുദ്ധി നശിച്ചു പോയിട്ട് ആ കാട്ടിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റാതെ അവിടെ തന്നെ കുടുങ്ങിപ്പോകുന്ന ഒരു മതികെട്ടാ ചോല ഒരു വളരെ നിഗൂഢമായ ഒരു വനം ഈ വഴി പോകുമ്പോഴാണ് ഉള്ളത്. അപ്പം ഇത് അൺടച്ചഡ് ഏരിയ തന്നെ പറയാം. ഈ റൈറ്റ് സൈഡ് നമ്മളെ മൂന്നാർ ടോപ്പ് സ്റ്റേഷന്റെയും കൊടൈക്കനാലിന്റെ ഇടയ്ക്കുള്ള എസ്കേപ്പ് റോഡാണ്. ഇതാണ് ഇതിലെ വലിയൊരു ഹിസ്റ്ററിയും വലിയൊരു കാര്യങ്ങളാണ്. പലപ്പോഴും എല്ലാരും വിചാരിച്ചിട്ടിരിക്കുന്നത് മൂന്നാറിന്ന് വട്ടവട വഴി ഏതോ ഒരു വെജിറ്റബിൾ വില്ലേജ് വഴിയാണ് ഈ കൊടൈക്കനാലിലേക്കുള്ള റോഡെന്നാണ് ഞാൻ വരെ വിചാരിച്ചിരുന്നത്. പക്ഷെ അല്ല, ഇത് ടോപ്പ് സ്റ്റേഷനിലെ പാമ്പാടും ചോല നാഷണൽ പാർക്കിലേക്കാണ് ഈ വഴി പോകുന്നത്. ഇപ്പൊ ഓപ്പൺ അല്ല, അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള എന്ത് വിഷയമാണ്. പിന്നെ വലിയ മൃഗങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഈ വഴി ഇപ്പോൾ അവർക്ക് ആവശ്യമില്ലല്ലോ. അപ്പം 80 കിലോമീറ്റർ, അതായത് വളരെ കിലോമീറ്റർ കുറഞ്ഞിട്ടുള്ള ബ്രിട്ടീഷുകാര് കൊടൈക്കനാലിൽ നിന്ന് എസ്കേപ്പ് ആയി പോകാൻ വേണ്ടി നിർമ്മിച്ച എസ്കേപ്പ് റോഡൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതാണ് ഈ തോമസ് മോയാർ വ്യൂ പോയിന്റ് തന്നെ പറയാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അറിയാൻ കഴിഞ്ഞത്. சைட் சீன் பிளேசஸ், அதாவது சுற்றி பார்க்க வந்திருக்கவங்களுக்கு ஒரு அன்பான வேண்டுகோள். கொடைக்கானல் வந்து கோக்கர் ஷாக், பிரையான் கார்டன், கொடைக்கானல் போட்டிங் லேக், பைன் ட்ரீ ஃபாரஸ்ட், குணா கேவ், இது எல்லாமே லாஸ்டலே சர்ச், மோயர் பாயிண்ட், இது எல்லாமே பார்த்துட்டு வந்திருக்காரு சாரு. அது எப்படி இருந்துச்சுன்னு அவர்கிட்ட கேட்டுங்க. சர்வீஸ் எப்படின்றத கேட்டுங்க. எல்லா இடமுமே வந்து பார்த்தீங்கன்னா ஒரு 159 இயர்ஸ் ஓல்டு சர்ச், லாஸ்டலே சர்ச். அதுக்கப்புறம் வந்து பார்த்தீங்கன்னா உங்களுக்கு அப்பர் லேக், ஸ்டார் ஃபிஷ் லேக்கில் இருக்கும் அப்பர் லேக், பைன் ட்ரீ ஃபாரஸ்ட், 68,000 ஏக்கர்ஸ். அது எல்லாமே நல்ல பிளேசஸ். யார் வந்தாலும் பாருங்க, கண்டிப்பாக பிடிச்சிருக்கும் உங்களுக்கு. നമ്മൾ നേരത്തെ കണ്ടത് അപ്പർ ലേക്ക് എന്നാണ്, അതായത് ഈ സ്റ്റാർ രീതിയിലുള്ള കൊടൈക്കനാൽ ലേക്ക് നമ്മൾ മേളിൽ നിന്ന് കണ്ടു. ഇപ്പൊ സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. 4 മണിയോടെ ഗ്രൂപ്പ് ടൂർ അവസാനിച്ച് ഞാൻ റൂമിൽ റെസ്റ്റ് എടുത്ത് തിരിച്ചു വന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഭയങ്കര ഹിൽ ടോപ്പില് ഒരു തടാകം എന്നുള്ളതാണ് അതിന്റെ ഭയങ്കര പ്രത്യേകത. 7000 അടി മേളിലാണ് കൊടൈക്കനാലിന്റെ ഒത്ത നടുക്കായിട്ട് ഒരു തടാകം. ഇതിന് ചുറ്റുമായിട്ട് ഡബിൾ സീറ്റ് സൈക്കിളിങ്ങും അങ്ങനത്തെ കുറച്ച് കാഴ്ചകളും പെഡൽ ഇതിലൂടെ തടാകത്തിലൂടെ ബോട്ടിങ്ങും ഒക്കെ എല്ലാവരും ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ്. വളരെ വൈകുന്നേരം വളരെ മനോഹരമായിട്ടുള്ള ഒരു സായനം ആസ്വദിക്കാൻ കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് ഗൈസ്. കൊടൈക്കനാലിലെ 2ാം ദിവസമാണ്. പക്ഷെ ഇന്ന് കുറച്ച് തേഞ്ഞു പോയി. എനിക്ക് പ്ലാൻ ചെയ്ത പോലെ ഒന്നും യാത്ര ചെയ്യാനും പറ്റുന്നില്ല. ഇന്നൊരു ദിവസം വേസ്റ്റും ആയിപ്പോയി. അത് പറഞ്ഞു വരാം. പിന്നെ കൊടൈക്കനാലിൽ ഒറ്റയ്ക്ക് സിംഗിളായിട്ട് എന്നുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ബോട്ടിൽ 1 ലിറ്ററിന്റെ ബോട്ടിൽ മേടിക്കാൻ ഇവിടെ കിട്ടുന്നില്ല. വാർത്തകളിലൊക്കെ കേട്ട് കാണും, ഇൻസ്റ്റാഗ്രാം വ്യൂസിലും മറ്റുള്ളതൊക്കെ കുറേ കാലം മറ്റു പറഞ്ഞാണ്. അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ വാട്ടർ ക്യാനോ വാട്ടർ ബോട്ടിലോ ഒക്കെ കൈ കരുതരുന്നത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വെള്ളം കളക്ട് ചെയ്യാം. അല്ലെങ്കിൽ 5 ലിറ്ററിന്റെ ബോട്ടിൽ മേടിച്ചാണ് നടക്കേണ്ടി വരും. കൊണ്ടു നടക്കാൻ കഴിയത്തില്ലല്ലോ. നമ്മൾ ഒരു സിംഗിൾ പേഴ്സൺ കൂടെ കൊണ്ടു നടക്കാൻ കഴിയില്ല. അപ്പം ഒരു 750 ഗ്രാമിന്റെ എനിക്കാണെങ്കിൽ ഇഷ്ടം പോലെ ബോട്ടിൽ വീട്ടിലുണ്ട്. അത് എടുക്കാതെ വന്നതിൻ്റെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇന്നലെ ഫുൾ അനുഭവിച്ചു. ഇന്നലെ വെള്ളം മേടിക്കാനേ പറ്റിയില്ല. അതായിരുന്നു പറയാനുള്ളൊരു. സിംഗിളായിട്ട് വരുന്നുണ്ടായിരുന്നാലും ഫാമിലി വന്നാലും വാട്ടർ ബോട്ടിൽ കരുതിയ വെള്ളം എവിടെ നിന്നെങ്കിലും കളക്ട് ചെയ്ത് നമുക്ക് ഫിൽറ്ററിൽ നിന്ന് കളക്ട് ചെയ്ത് നമുക്ക് കൊണ്ടു നടക്കാൻ കഴിയും കയ്യിൽ. അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ ഈ ബോട്ടിലാണ് എൻ്റെ ഇപ്പോഴത്തെ പിടിയുള്ളി. സിംഗിൾ ബോട്ടിലൂടെ അനുവദിക്കത്തില്ല. നല്ല തണുപ്പുണ്ട് കേട്ടോ. പക്ഷേ ഈ ഫാൻ ഈ ഹോട്ടൽ എനിക്ക് എടുത്ത റൂം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് സാധാരണ ഹോട്ടലിലെല്ലാം ഭയങ്കര പുകഴ്ത്തി പറയാം. ഇത് ഫാനില്ല, തണുപ്പുണ്ട്. പക്ഷെ ഫാൻ ഉണ്ടെങ്കിൽ എയർ സർക്കുലേഷൻ നടക്കുകയുള്ളൂ എന്നുള്ളൊരു
നമ്മുടെ നിത്യമായിട്ടുള്ള ധാരണ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കത്തെ ബാധിച്ചു. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, തണുപ്പായിരുന്നു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ദിവസത്തിൽ നിങ്ങൾ നിൽക്കാൻ കണക്കാക്കി വന്നു കഴിഞ്ഞാൽ, ഒരു നൈറ്റ് നിൽക്കാൻ കണക്കാക്കി വന്നു കഴിഞ്ഞാൽ അടുത്ത ദിവസം രാത്രി ട്രെയിനിൽ പോയാൽ മതിയെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പുനലൂർ മുതൽ ബുക്ക് ചെയ്യായിരുന്നു. പക്ഷേ നാഗർകോവിൽ ഇരണിയൽ ആ റൂട്ടിൽ ഭയങ്കര ഡബിൾ ലൈനിങ് നടക്കുന്നുണ്ട്, ട്രെയിൽ റണ്ണും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാരണം ബ്ലോക്ക് ആകുമോ, ട്രെയിൻ ക്യാൻസലായി പോകുമെന്ന് പേടിച്ചിട്ട് ഗുരുവായൂർ ചെന്നൈ എക്സ്പ്രസ് ചെന്നൈ എഗ്മോറാണ് ബുക്ക് ചെയ്തത്. ഗുരുവായൂർ വരെ പോകുന്ന, ചെന്നൈയിൽ നിന്ന് ഗുരുവായൂർ വരെ പോകുന്ന ട്രെയിനാണ് അത്. നമ്മളെ കൊടൈക്കനാൽ റോഡ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. സെക്കൻഡ് AC ആണ് ബുക്ക് ചെയ്തത്. ഞാൻ ആ സെക്കൻഡ് AC ബുക്ക് ചെയ്യാൻ തന്നെ ഒരു കാരണം, അടുത്ത ദിവസം നമ്മൾ റൂമിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണല്ലോ. വീണ്ടും രാത്രി നമ്മൾ ഒരു ഹോട്ടലിൽ നിൽക്കുന്നത് പോലത്തെ ഒരു ഫീലാണല്ലോ, നമുക്ക് സ്റ്റേ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം ഹോട്ടലിനെക്കാട്ടി ലാഭമാണ് സെക്കൻഡ് ഇയർ AC. അങ്ങനെ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടെയൊക്കെയാണ് ഞാൻ സാധാരണ പൈസ ചെലവഴിക്കാറ്. അപ്പം അത് 5:50 എന്തോണ്, 5:45 കൊടൈക്കനാലിൽ എത്തുന്നത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് 1 മണിക്ക് തിരിച്ചാലേ കൊടൈക്കനാൽ റോഡിൽ 2.5 മണിക്കൂർ എടുക്കും. അപ്പം ഇവിടുത്തെ പാക്കേജുകളിലൊന്നും ഉച്ച വരെയുള്ള പാക്കേജുകളില്ല, 4 മണിക്ക് ഫിനിഷ് ആവുന്നതേ ഉള്ളൂ. ആക്ച്വലി പറഞ്ഞാൽ ഞാനത് ഇന്ന് എന്നെ പെടുത്തിയതാണോ അല്ലെങ്കിൽ എനിക്ക് ഓഫർ വന്നതാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ട്രാവൽ ഏജൻസിയില്ല, ഈ വന്ന ഹോട്ടലിലെ കെയർ ഓഫിൽ ട്രാവൽ ഏജൻസി പരിചയപ്പെട്ട ചേട്ടൻ വ്ളോഗർ ആയതുകൊണ്ട് എനിക്ക് ഓഫർ തന്നു. ഓഫറാണോ എന്നെ അറിയില്ല, പക്ഷെ എന്നാലും സൗണ്ട് ലൈക്ക് ഗുഡ്, എമൗണ്ട് ഗുഡാണ്. അതായത് 1100 രൂപയ്ക്ക് എനിക്കൊരു കാർ ഇന്ന് തരാമെന്ന് പറഞ്ഞു. 1800 രൂപയ്ക്ക് ഒരു കാർ എന്ന് പറയുന്നത് വളരെ ലാഭമാണ്. കുറെ സൈഡ് സീനിങ്ങിന് പോകാം. സ്ഥലങ്ങളെ പേരൊന്നും എനിക്കറിയില്ല, എല്ലാം ഫോറസ്റ്റ് ഏരിയകളാണ്. പക്ഷെ അത് 2:30 ആകുമ്പോഴേ തിരിച്ചെത്തുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര ടൈറ്റ് ആയി പോകും. ഞാൻ അത് ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ അത് പോയേനെ. അപ്പൊ ഇന്നത്തെ ഒരു ദിവസം സത്യം പറഞ്ഞാൽ വേറെ കാഴ്ചകളില്ലാതെ എടുക്കേണ്ടി വരും. അപ്പൊ ഇവിടെ ചായ കുടിക്കാം. മൂന്നാർ വല്ല തേയിലത്തോട്ടങ്ങളൊന്നുമില്ല. ഇറങ്ങിയാണ് ഹോട്ടലിന്റെ വെളിയിൽ ഇറങ്ങിയ വ്യൂ പോയിന്റ് ഒന്നും അങ്ങനെ തേയിലത്തോട്ടങ്ങളൊന്നുമില്ല. ഇവിടെ കുറച്ച് ഫോറസ്റ്റ് വ്യൂ പോയിന്റ്സും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. ഇതിനകത്ത് മനോഹരമായ യാത്രയായിരുന്നു. അപ്പൊ ഇവിടെ നല്ല ഹോക്കേഴ്സ് വാക്ക് എന്നൊക്കെ പറഞ്ഞില്ല, അവിടെ ഈ ഹോട്ടലിന് തൊട്ടടുത്താണ്. അവിടെ കയറാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഫുൾ നടന്നിട്ട് വരാം. എന്നിട്ടൊരു ഇവിടെ 10 മണി വരെയാണ് ഈ റൂം ഉപയോഗിക്കാവുന്നത്. 10 മണി കഴിഞ്ഞിട്ട് എനിക്ക് 11:30 കൊടൈക്കനാൽ റോഡിലോട്ട് ബസ്സുണ്ട്. അല്ലെങ്കിൽ തന്നെ വേറൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് താഴോട്ട്. ഇവിടുന്ന് 2 മണിക്കൂർ എടുക്കും ഈ ചുരം ഇറങ്ങി താഴെ എത്താൻ. വേസ്റ്റ് ആയി പോയത് മാത്രമേ ഉള്ള ഒരു സങ്കടം. ബാക്കി അടിപൊളി യാത്രയായിരുന്നു. മാക്സിമം എൻജോയ് ചെയ്യണ പോലൊക്കെ ചെയ്തു. ഗുണ കേവൊക്കെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലൊക്കെ പോകാൻ പറ്റി. കുറച്ചുകൂടെ സ്ഥലങ്ങളുണ്ട്. 7 കിലോമീറ്റർ മാറിയിട്ടൊക്കെയാണ് ഒരുപാട് വാട്ടർഫാൾസ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും പോയിട്ടും കാര്യമില്ലെന്ന് തോന്നുന്നു. നല്ല വേനലാണ്, സീസണാണ് കേട്ടോ. ഇനി ഈ വരുന്ന ഏപ്രിൽ മെയ് ഇവരുടെ ടാക്സിക്കാരുടെ എല്ലാവരുടെയും സീസണാണ്. അത് സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാവുന്നത്. ഞങ്ങളൊരു വ്ളോഗറെ കണ്ടു കഴിഞ്ഞ ദിവസം. പുള്ളി ഞാൻ കൊടൈക്കനാലിൽ വരുമ്പോഴായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വ്ളോഗ് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്തു. അപ്പം കുറെ തമിഴ് വ്ളോഗ് പോകുന്നു. അങ്ങനെ അവിടുത്തെ ഇവിടെ ഉള്ള എൻ്റെ ഒരു ടാക്സി ആളെ കാണാൻ കഴിഞ്ഞു. എന്തായിരുന്നാലും നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയൊക്കെ ആയിരുന്നു. നിങ്ങൾ ഇവിടുന്ന് ബസ്സിലോ എന്തിനു വന്നാലും, എന്ത് വണ്ടി വന്നാലും ഇവിടുത്തെ മിനി ബസ് ടാക്സി അവർ വന്ന് നിങ്ങളെ സമീപിച്ച് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിൽ പോകുന്ന ലിസ്റ്റ് തരും. നിങ്ങൾക്ക് അവിടെ 1-2 പേരുടെ ലിസ്റ്റ് മേടിച്ചിട്ട് ഏതാണോ ലാഭകരമായിട്ടുള്ളത് അത് സെലക്ട് ചെയ്ത് പോകുന്നതാണ്. വിടത്തേ ഇല്ല. ബസ് ഇറങ്ങുന്നവരെ തന്നെ കാത്ത് ഒരുപാട് പേര് വന്ന് നിൽപ്പുണ്ട്. അപ്പം അതാണ് ഇങ്ങനത്തെ ഇവിടുത്തെ ഒരു പ്രത്യേകത. നമ്മൾ ഇപ്പം വേറൊരു സ്ഥലത്ത് പോകുന്നവരല്ല, എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടിലും അവർ കൊണ്ട് കാണിക്കും. അവരതൊരു ബിസിനസ് തന്നെ കാണുന്നു. നല്ല എളിമേറ്റ് പെരുമാറുകയും കൊണ്ടുപോവുകയും കാര്യങ്ങൾ പറഞ്ഞു തരുകയും. അപ്പൊ ഇവിടെ നിന്നൊരു 11 മണിക്ക് എന്തോ ഒരു കൊടൈ റോഡ്, അവർ കൊടൈ റോഡ് എന്ന് പറയും. റെയിൽവേ സ്റ്റേഷന്റെ പേര് കൊടൈക്കനാൽ റോഡ് എന്നാണ്. തന്നെ രണ്ടും ഒന്നാണെന്ന് പറയുന്നത് അറിയില്ല. ഇവിടെ എല്ലാം ഷോർട്ടായിട്ട് പറയും റോഡുകളെല്ലാം. സത്യമംഗലത്തിന്റെ സത്യം എന്നൊക്കെ പറയണത് പോലെ. അപ്പം പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇറങ്ങില്ല. പോകുന്ന വഴിക്ക് നല്ല ഹൈ റേഞ്ച് കാഴ്ചകൾ കാണാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെറുതായിട്ട് ഉൾക്കൊള്ളിച്ച് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് എൻ്റെ കൊടൈക്കനാൽ വ്ളോഗ് വിശേഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. വീഡിയോ പോകുന്ന വഴിക്ക് നിർത്താം നമുക്ക്. അങ്ങനെ ഞാൻ കറങ്ങി തിരിഞ്ഞ് കൊടൈക്കനാൽ റോഡെത്തി. കൊടൈ റോഡ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കൊടൈ റോഡ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. കൊടൈക്കനാൽ റോഡ് എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. അതിന് ചെറിയൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ടാവും. അതിൽ എനിക്കുണ്ടായി. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞാൻ കണ്ടുപിടിച്ച് തിരിച്ചിറങ്ങി വെച്ചാൽ കൊടൈക്കനാലിൽ നിന്ന് 10:45 അടുപ്പിച്ച്
ബത്തലകുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു ബസ് സ്റ്റാൻഡാണ്. ബത്തലകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ നിന്ന് 7 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ട് ബസ്സിൽ കയറി. അതിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കുറേ നേരം കയ്യിൽ ക്യാമറ വെച്ചിട്ടൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞ് ഞാൻ തിരക്ക് കൂടി ഇങ്ങെത്തിയപ്പോൾ ഈ ബത്തലകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അതിൽ കയറാൻ വേണ്ടി എന്ത് തിരക്കുള്ള സ്ഥലം. ഈ ബത്തലകുണ്ട് എന്ന് പറഞ്ഞ സ്റ്റേഷൻ ടിപ്പിക്കൽ തമിഴ്നാട്. സിനിമകളിൽ പോലും അത് ഞാൻ കണ്ടിട്ടില്ല. ബസ്സിലോട്ട് കയറാൻ വേണ്ടി എല്ലാവരും ബസ്സിൻ്റെ സീറ്റിലേക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പേഴ്സും സ്വന്തം എന്താ പറയുക കവറുകളും മറ്റുള്ളതൊക്കെ ഇട്ട് സീറ്റ് ഫില്ലാവുന്നു. ഞാൻ വെച്ച് കുടുങ്ങിപ്പോകുന്നു വിചാരിച്ചു. അതായത് 2 സൈഡിലും ഡോറും ഇല്ല ബസ്സിന്, ഒറ്റ സൈഡ് മാത്രമേ ഡോറുള്ളൂ. കുറേ പേരുള്ളതുകൊണ്ട് സാധാരണ മനുഷ്യൻ്റെ കാഴ്ചകൾ ഒരു അങ്ങനെ ഒന്നാക്കി വീഡിയോ ഏറ്റെടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് അവിടെ നിന്ന് 7 കിലോമീറ്റർ മാറിയിട്ടാണ് കൊടൈ റോഡ് എന്ന് പറയണത്. അതും എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ചില ബസ്സുകൾ ഇംഗ്ലീഷ് എഴുതും, ഈ കൊടൈക്കനാലിൽ പോകുന്ന ബസ്സുകളൊക്കെ ഇംഗ്ലീഷ് എഴുതും, ബാക്കിയുള്ള ബസ്സിൻ്റെ ഇംഗ്ലീഷ് എഴുതത്തേ ഇല്ല, തമിഴാണ്. അപ്പോൾ ഞാനിങ്ങനെ കുറേ പേരുടെ ചോദിച്ച് കുറച്ച് പോസ്റ്റാണ്. മണി 3 ആയതേ ഉള്ളൂ, 5:45 ട്രെയിനുള്ളൂ. അപ്പോൾ വെയിറ്റ് ചെയ്യാം. നല്ല ചൂടും ഒട്ടും തിരക്കില്ലാത്ത ഒരു സ്ഥലവും. മറ്റേ നമ്മളെ ആടിലൊക്കെ ഒരു സ്റ്റേഷൻ പറയൂലേ, അവിടെ കയറാനും ഇറങ്ങാനൊന്നും ആരും ഇല്ലെന്ന് പറഞ്ഞതുപോലത്തെ ഒരു സ്റ്റേഷൻ. ഇനി ഈ ട്രെയിൻ എന്താണോ വരാനുള്ളത്, അതുകൊണ്ട് ആരുമില്ല. വെയിറ്റ് ചെയ്യാം. പുറത്ത് പോയിട്ട് ഭക്ഷണമെല്ലാം മേടിച്ചിട്ട് കയറി കിടന്നുറങ്ങി രാത്രി 12 മണിക്ക് തിരുവനന്തപുരത്തെത്തും. നാളെ ജോലിക്ക് പോകണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാര്യമൊന്നും മറക്കരുത്, മടിക്കരുത്. അപ്പം അടുത്തൊരു സീരിയസ് വ്യൂവുമായിട്ട് കണ്ടുമുട്ടുന്നവരെ അതിൻ്റെ സൈനിങ് ഓഫ്.